പാതിവില തട്ടിപ്പ് കേസിൽ എറണാകുളം പറവൂരിൽ ഇന്നലെ മാത്രം ലഭിച്ചത് 275 പരാതികളാണ്. ഇതോടെ പറവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ലഭിച്ചത് 535 പരാതികൾ. ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. തട്ടിപ്പിനിരയായവർ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഇനി ഞങ്ങളൊക്കെ 2 വീലർ കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ പൈസ തിരികെ തരണം എന്നുള്ളൊരു അപേക്ഷയുള്ളൂ. അതിനുവേണ്ടി ഞങ്ങളെ എല്ലാവരും സഹായിക്കണം. ഞങ്ങൾ അടച്ച പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നേ പറയാനുള്ളൂ. ഞങ്ങളിതിനകത്ത് പെട്ടുപോയവരാണ് അറിയാതെ. എല്ലാവരും പാവങ്ങളാണ്. ഇതിലാരും പണക്കാരൊന്നുമില്ല. എല്ലാവരും സാധാരണക്കാർ പാവങ്ങളാണ്, അടിത്തട്ടിലുള്ളവരാണ്. അവരതിനെ പറ്റിച്ചൊക്കെ കൊണ്ടുപോയിക്കണത്. പണക്കാരാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചത്. ഒറ്റ ആളും പണക്കാരില്ല. അതിൽ ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട കാശാണ്. ഞങ്ങളുടെ പിള്ളേരുടെ കുഞ്ഞു പിള്ളേരുടെ സ്വർണം വരെയും പണയം വെച്ചാണ് ഇതിന് കൊടുത്തത്. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെതിരെ പറവൂരിൽ പരാതികളുടെ പ്രവാഹമാണ്. ഇതുവരെ 535 പരാതികളാണ് പറവൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. വരാപ്പുഴയിൽ 17 പരാതികൾ. ജനസേവാ സമിതി ട്രസ്റ്റ് വഴിയാണ് ഇവർ പണം നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനസേവാ സമിതി ട്രസ്റ്റ് സെക്രട്ടറി CG മേരി, ചെയർമാൻ ഡോക്ടർ N മധു, ഒപ്പം ബാങ്ക് ജോയിന്റ് അക്കൗണ്ടിൽ പേരുള്ള ഡോക്ടർ K ശശിധരൻ, തട്ടിപ്പിന്റെ സൂത്രധാരൻ അനന്തു കൃഷ്ണൻ, ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ പ്രവീൺ G പൈ, ആലുവ കോളേജ് പ്രിൻസിപ്പൽ ജൈനി സാരംഗ് എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. തട്ടിപ്പിനിരയായവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പണം തിരികെ കിട്ടുന്നതിനായി കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. പരാതി കൊടുത്ത് അവരെ കൊണ്ട് FIR ഇടിക്കുക. അതനുസരിച്ച് ഇവരുടെ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് മുനിസിപ്പൽ കോടതിയിൽ ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുക. അതേസമയം അനന്തു കൃഷ്ണൻ വഞ്ചിച്ചെന്ന് കാട്ടി ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ പോലീസിന് പരാതി നൽകി. ഗുണഭോക്താക്കൾ നൽകിയ 14,65,54,650 രൂപ അനന്തു കൃഷ്ണന് കൈമാറിയിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇരുചക്രവാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ജൈവവളം എന്നിവ ലഭ്യമാകുന്നതിൽ അനന്തു കൃഷ്ണൻ കാലതാമസം വരുത്തി. പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും നൽകിയില്ല. അപേക്ഷകരുടെ പ്രോസസ്സിംഗ് നിരക്ക് മാത്രമാണ് ട്രസ്റ്റ് കൈപ്പറ്റിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സ്വർണം പണയം വെച്ചും കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തുമൊക്കെയാണ് ഇവർ പണം നൽകിയത്. 2 വീലറോ തയ്യൽ മെഷീനോ ഒന്നും തിരികെ വേണ്ട. നഷ്ടപ്പെട്ട തുകയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഓരോരുത്തരും. ക്യാമറാമാൻ അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.